ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ നമ്മളുടെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂണോളം പെരുംജീരകം പൊടിച്ചതാണ്. 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് കുഴഞ്ഞിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. വെള്ളം കുറവായി തോന്നി കണ്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. അതൊന്ന് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഒരു 1/4 കപ്പോളം നമ്മളുടെ കടലപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. 1/4 കപ്പ് കടലപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ അരിപ്പൊടി ചേർക്കുന്നത് നമ്മൾ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം കുറവായത് കാരണം ഞാൻ കുറച്ചും കൂടി ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളത്തിൻ്റെ അളവ് സൂക്ഷിച്ച് വേണം ഒഴിക്കാൻ. ഒരുപാട് ഒഴിച്ചു കളയരുത്. അതൊന്ന് കോട്ട് ചെയ്യാൻ മാത്രമുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല നമുക്ക് എന്താ പറയുക പീനട്ട് ഫ്രൈ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കറിവേപ്പിലയുടെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. നമ്മളുടെ പീനട്ടെല്ലാം നമ്മുടെ കപ്പലണ്ടി എല്ലാം എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. ഒരുപാടൊന്നും തീ ഒന്നും കൂട്ടിയിടാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇതെല്ലാം വിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് വെള്ളത്തിലൊന്ന് കുഴച്ചല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ടിട്ട് നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളിയായിട്ട് വെള്ളം നമുക്ക് പീനട്ട് ഫ്രൈ ഉണ്ടാക്കി എടുക്കാം. ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പീനട്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു കോഫിയാണ്, ബട്ടർ കോഫിയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.